കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ മൈൻഡിനോട് വീണ്ടും പറയണ, എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ, ആ ദൈവത്തെ ആരാധിക്കാൻ, മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ നമുക്കിടയാവണം. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല സഹോദരങ്ങളെ, അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്നും അവിടുത്തെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ക്ഷീണിച്ചിരിക്കുന്ന തന്റെ ജനത്തിന്റെ അവകാശത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ദാവീദ് പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കും. ക്ഷീണിച്ചൊരു ഹൃദയം, തളർന്നൊരു മനസ്സ്. പക്ഷേ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നു, എന്റെ അവകാശത്തിലേക്ക്, ദൈവം എനിക്ക് നൽകിയ വാഗ്ദത്തങ്ങളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും അത് തിരിച്ചറിയണം. ക്ഷണിച്ചു പോകുന്ന സമയത്തും വിളിക്കുവാൻ തയ്യാറായാൽ കേൾക്കാൻ ഒരുവനുണ്ട്. നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് ആരും കൂടെ കാണില്ല. എലിയാവ് ക്ഷണിച്ചു പോയി, പക്ഷേ അവിടെ ദൈവം തന്റെ ദൂതനെ വിട്ടു. മരുഭൂമി ബേർശേബയിൽ ആരുമില്ല. ആകാരം ക്ഷണിച്ചു പോയില്ലേ? ബാലന്റെ മരണം കണ്ടെന്ന് പറഞ്ഞില്ലേ? ദൈവം തന്റെ ദൂതനെ ഇറക്കിയില്ലേ? ക്ഷണിച്ചിരിക്കുന്നവനെ പലരും ഉപേക്ഷിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ക്ഷണിച്ചിരിക്കുന്നവനെ തള്ളിക്കളയാത്ത, ബലം ധരിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ഉണ്മയോടെ നിർത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ആ ദൈവത്തെ ആരാധിക്കാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുണ്ടോ എന്ന് പറയാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടെ നമുക്കും പറയാൻ കഴിയണം, ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. യഹോവയായ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ആഴമായൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്ത ദൈവം, ഇറങ്ങി വരുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ശക്തമായൊരു ഉറപ്പ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാവണം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് വിളിച്ചു പറയാൻ ദൈവമായ കർത്താവ് എപ്പോഴും നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 28:20 വളരെ സുപരിതമാണല്ലോ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. യേശു പറഞ്ഞ പ്രസ്താവനയാണ്. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ചിലര് സംശയിച്ചു. എന്നാൽ 11 ശിഷ്യന്മാർ യേശു കൽപ്പിച്ച ഗലീലയിലെത്തുകയും ആ മലയിൽ യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. നമസ്കരിച്ചവരുടെ, കവണ്ടു വീണവരുടെ, മുട്ടുകുത്തിയവരുടെ അടുക്കലേക്ക് യേശു അടുത്തിയല്ലുക. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. പ്രിയരെ, മുട്ടുകുത്തുന്നവന്റെ അടുക്കലേക്ക് അടുത്തു വന്ന കർത്താവ് ആരാന്ന് വെളിപ്പെടുത്തും. അധികാരമുള്ളവനാണെന്നും നിങ്ങൾ ഭയപ്പെടണ്ടെന്നും സകലത്തെ നിയന്ത്രിക്കുന്നവനാണെന്നും വ്യക്തമാക്കി കൊടുക്കുക. എന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും.
ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കണം. സഹോദരങ്ങളെ, ഇന്ന് പകലിലും ദൈവാത്മാവിന് പറയാനുള്ളത്, ദൈവം എന്ത് കൽപ്പിച്ചാലും അത് പ്രമാണിക്കാൻ തയ്യാറാണ്. മറിയ കനാവിലെ കല്യാണ വീട്ടിൽ അതാണ് പറഞ്ഞത്. അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം, ചോദ്യം ചെയ്യരുത്, റിജക്റ്റ് ചെയ്യരുത്, തള്ളിക്കളയരുത്, സാഹചര്യങ്ങൾ നോക്കരുത്. സാഹചര്യങ്ങൾക്ക് അതീതമായിട്ടാണ് കർത്താവിന്റെ കൽപ്പനകൾ എല്ലായിടത്തും വെളിപ്പെടുന്നത്. കുരുടനായ മനുഷ്യനോട് പറഞ്ഞു, കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് നീ ശിലോഹ കുളത്തിപ്പോ. ലോജിക്കിന് നിരക്കുന്നതല്ല, കിലോമീറ്ററിൽ നടക്കണം. പക്ഷെ ദൈവം കർത്താവ് പറഞ്ഞാൽ അതനുസരിച്ചാൽ ഇതുവരെ കാണാത്തത് നീ കാണും. സ്തോത്രം. ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. എല്ലായിടത്തും യേശു വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്തത്. ഇവിടെ പറയുന്നു, കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അവിടുന്ന് പറഞ്ഞ കൽപ്പനകൾ, വചനം പ്രമാണിക്കാൻ, അണുവിട വ്യതിചലിക്കാതെ വചനത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നോക്കണേ, നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല, ഇഷ്ടപ്രകാരം മൂവ് ചെയ്യാനല്ല, സ്വന്തം വിവേകത്തിൽ ഊന്നാനല്ല, സ്വന്തം വഴികൾ നടക്കാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ. വചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കമാൻഡുകൾ, അത് പ്രമാണിക്കാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറായാൽ യേശു പറയുക, നിങ്ങൾ ഭയപ്പെടണ്ട. ആര് നിങ്ങളെ വെറുത്തോട്ടെ, ആര് നിങ്ങളെ ഉപേക്ഷിക്കട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോട്ടെ, അവകാശങ്ങൾ തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കട്ടെ, തരത്തില്ലെന്ന് തലത്തിൽ വരട്ടെ, വിടക്കെന്നെണ്ണട്ടെ, പരിഹസിക്കട്ടെ, ഉപദ്രവിക്കട്ടെ, പക്ഷേ നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചോ. അവിടുന്ന് സ്പഷ്ടമായി പറയുന്നു, അവിടുത്തെ കമാൻഡുകൾ പ്രമാണിക്കാൻ തയ്യാറാണോ? ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അതുവരെയുള്ള പല ബന്ധങ്ങളും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാറ്റപ്പെട്ടേക്കാം, അസ്തമിച്ചേക്കാം, വിഘാതം വന്നേക്കാം, പല അവകാശങ്ങളും നഷ്ടപ്പെട്ടേക്കാം മനുഷ്യമായി. പക്ഷേ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം. ഈ വാക്ക് ഉറപ്പാക്കിക്കോ. എല്ലാ നാളും ഭ്രഷ്ടെന്ന് കൽപ്പിക്കപ്പെട്ട ചിലരോട്, മാറ്റി നിർത്തപ്പെട്ട ചിലരോട്, ഒതുക്കപ്പെട്ട ചില വ്യക്തികളോട് ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, നിങ്ങളോട് ഉറപ്പായി ഒരുവൻ വിളിച്ചു പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. ആരാ പറഞ്ഞത്? മരണത്തെ ജയിച്ചവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ഭയപ്പെടണ്ട എന്ന് പറയുന്നവൻ, ഞാൻ നിന്നെ അനാഥരായി കൈവിടത്തില്ലെന്ന് പറഞ്ഞവൻ, ഇന്നലെയും ഇന്നും എന്നേക്ക് ഞാൻ അനന്യനാണെന്ന് പറഞ്ഞവൻ, അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ആർക്കും തുറക്കുന്ന പുസ്തകവും അതിന്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നവൻ, ഇന്നു പകൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, കുഞ്ഞെ, യുവാവേ, യുവതിയെ, സഹോദര, മാതാവേ, പിതാവേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനോ ലോക അവസാനത്തോളം. ഉറപ്പാക്കിക്കോ. എങ്ങനെ മുമ്പോട്ട് പോകുന്ന ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെനിക്ക് വേണ്ടി കരുതും? ഇല്ല, കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ വാഗ്ദത്തം ഉറപ്പിച്ചോ. കൽപ്പനകൾ പ്രമാണിച്ചോ. വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിൽക്കോ. നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല, കർത്താവ് കൂടെ ഉണ്ട്. എല്ലാവരും മാറിയിട്ട് കർത്താവില്ലെങ്കിൽ വട്ടപൂജ്യമല്ലയോ? എല്ലാവരും ഉണ്ടായിട്ട് കർത്താവില്ലെങ്കിൽ വട്ടപൂജ്യമല്ലയോ? പക്ഷെ ആരും ഇല്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തരല്ലേ?
അതല്ലേ ഏറ്റവും വലുത്. എനിക്ക് എന്റെ യേശു മതി എന്ന് പറ. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഞാൻ ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം ഉറക്കട്ടെ. ദൈവം ശക്തീകരിക്കുന്ന പകൽക്കാലമാ, നിങ്ങളെ സൗഖ്യമാക്കുന്ന പകൽക്കാലമാ. ഞാനോ ലോകാവസാനത്തോളം, ആവർത്തിച്ചു പറയാം, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. നിങ്ങളുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് പ്രസാദമുള്ളത് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന, ഞങ്ങളെ കരങ്ങൾ വഹിക്കുന്ന, ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. കർത്താവ് വിശ്വസ്തൻ. അവിടെ ഞങ്ങളെ ഉറപ്പിക്കുന്നതിന് സ്തോത്രം. അങ്ങ് നൽകിയ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ശ്രേഷ്ഠ ശബ്ദത്തിനായി സ്തോത്രം. സൗഖ്യമാക്കുന്നതിന് സ്തോത്രം. ബലം കൽപ്പിക്കുന്നതിന് സ്തോത്രം. അടുപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ആ കർത്താവിൽ ശരണപ്പെടൂ. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചു.